Prayer start ചെയ്യണേ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Thank you. Thought of the day. Don't watch the clock, do what it does, keep going. സമയം നോക്കിയിരിക്കാതെ അത് ചെയ്യുന്നത് പോലെ ചെയ്ത് മുന്നോട്ട് പോവുക. താങ്ക് യു. Good morning, everyone. I am Devi. We start the class with the prayer by Rasia. Thank you, Rasia. Today class by Abarna ma'am. Welcome, ma'am. Welcome, ma'am, to your online class. We are glad to have you with us today, and I welcome you all today class. I am excited to share knowledge and learn from each other. Let's stay engaged and get started. Have a great session. I inviting Mridula for the thought of the day. Okay. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ചാപ്റ്റർ ആയിരുന്നു എടുത്തോണ്ടിരുന്നത് ഡിസ്കസ് ചെയ്തത് Child development and growth. ഓക്കെ. അതില് നമ്മള് പോസ്റ്റ്നെന്റൽ വരെ എടുത്തോ? പോസ്റ്റ്നെന്റൽ അവിടെയാണോ? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. Yes, ma'am. അതാണ് എടുത്തോണ്ടിരിക്കുന്നത്. Factors that affect growth and development. Page number 37. അത് കംപ്ലീറ്റ് ആക്കിയോ? പോസ്റ്റ്നെന്റൽ ഫാക്ടർ, ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. Ma'am, environmental factors എടുക്കണം. Environmental factors. Okay, environmental factors എടുക്കണം. Okay. അപ്പോ നമ്മള് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ഹെറിഡിറ്ററി. 1 മിനിറ്റ് അതിന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. First one is hereditary factor and second is environmental factor. Hereditary factors നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Physical features like color of the skin, eyes, hair, shape of the nose ഒക്കെയാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ വരുന്നത്. ആൻഡ് പിന്നെ ഹെറിഡിറ്ററി ഡിസീസിന്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ നോക്കിയത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രീനെന്റൽ ഫാക്ടറും നെക്സ്റ്റ് പോസ്റ്റ്നെന്റൽ ഫാക്ടറും. പ്രീനെന്റൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്രസവത്തിന് മുമ്പുള്ള ഒരു അവസ്ഥേനെയാണ്. ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് പ്രസവത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിന് ആ ഒരു എൻവയോൺമെന്റിനെയാണ് പ്രീനെന്റൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ്നെന്റൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസവാനന്തരം എങ്ങനെയായിരുന്നു, ഏത് എൻവയോൺമെന്റിലാണ് കുട്ടി വളർന്നത്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് ഗ്രോത്തിനെ, ഫിസിക്കൽ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മുജിത.
നോക്കാം. Montessori is in line with the modern psychologists who acknowledge influence of both nature and nature. എന്നുവെച്ചാൽ നമ്മുടെ പ്രകൃതിയും എൻവയോൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈക്കോളജിനെ അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് ഫുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഷീ റൈറ്റ്സ് അബൌട്ട് ഇൻഹെറിറ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, പാരമ്പര്യമായി നമുക്ക് കൈമാറി കിട്ടുന്ന സ്വഭാവങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ചിലപ്പോൾ നമ്മളോട് പറയും, നീ അച്ഛനെ പോലെയാണ് പെരുമാറുന്നത്, അച്ഛനെ പോലെയാണ് കാണാൻ, അല്ലെങ്കിൽ നിന്റെ ആ ഒരു സ്റ്റൈലിൽ സംസാരം അച്ഛനെ പോലെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടും. ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ, ബട്ട് ഷീ ഓൾസോ പ്രൂവ്സ് ഓഫ് വെരി സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. ഒരു കുട്ടിയുടെ ലൈഫിൽ ഹെറിഡിറ്ററി ആയിട്ട് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് പോലെ തന്നെ ആ കുട്ടിയുടെ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ അവന്റെ ആ ഒരു എന്താ പറയുക പരിസ്ഥിതിയിൽ നിന്ന് അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവൻ വളർന്നു വരുന്ന സാഹചര്യം അവൻ വലുതായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അത് ഫിസിക്കൽ എൻവയോൺമെന്റിൽ എങ്ങനെയാണ്, അതേപോലെ സോഷ്യൽ അവന് വളർന്നു വരുന്ന സൊസൈറ്റി എങ്ങനെയാണ്, അതേപോലെ തന്നെ അവന് പഠിക്കാനും കാര്യങ്ങളൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ആ കുട്ടിയുടെ ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം പ്രീനെന്റൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പ്രീനെന്റൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസവത്തിന് മുൻപുള്ള അവസ്ഥയാണ്. പ്രസവത്തിന് മുൻപ് മെറ്റേണൽ ഹെൽത്ത്, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് കുട്ടികൾക്ക് റിസ്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യും. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് നമുക്കറിയാം. മദറിന്റെ ആ സമയത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് വളരെയധികം കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ കുട്ടി നല്ല ആരോഗ്യവാനായിട്ട് തന്നെ വരും. അതേപോലെ തന്നെ അമ്മമാർ കരയാൻ പാടില്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് നമ്മൾ കരയാൻ പാടില്ല എന്നൊക്കെ പറയാറില്ലേ? നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കരയാൻ പാടില്ല, നീ വിഷമിച്ചു കഴിഞ്ഞാൽ എന്താണ് കുട്ടിയും കൂടെയാണ് വിഷമിക്കുന്നത്, എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ. അതെന്തുകൊണ്ടാ? ബാധിക്കുന്നുണ്ട്. അതെ, കുഞ്ഞിനെ അത് ബാഡ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യും. നമ്മൾ വിഷമിക്കുന്നത് ആരെയും കൂടി അത് എഫക്ട് ചെയ്യും, നമ്മുടെ കുട്ടീനെയും കൂടി എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഗ്നന്റ് വുമനെ കാണാൻ പോകുമ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ അത് മാറി എന്താണ് ചടങ്ങുകൾ പോലെ അങ്ങനെ ഒരുപാട് തലമുറ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ആ പെൺകുട്ടിനെ കാണാൻ പോകുമ്പോ സ്വീറ്റ്സ് കൊണ്ടുപോകുന്നതാണ് സന്തോഷം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മാറി ചടങ്ങുകൾ ആ രീതിയിലേക്ക് പോയി. ഇനി അമ്മ റെഡിയാണോ ഒരു കുട്ടീനെ ക്യാരി ചെയ്യാനായിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അമ്മ ഓക്കെ ആണോ എന്നതാണ്. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്. അമ്മ ഓക്കെ ആണോ, അമ്മ റെഡി ആണോ, അമ്മയ്ക്ക് പൂർണ്ണ സമ്മതം ഉണ്ട് ആ കുട്ടീനെ ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ അത് കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കും. കാരണം അമ്മ പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് എടുക്കില്ല, കാരണം നമുക്ക് ആ കുട്ടി വേണമെന്നില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ ആ കുട്ടീനെ സ്വീകരിക്കാൻ റെഡി ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. റെഡി അല്ലെങ്കിൽ അത് കുട്ടീനെ ബാഡ് ആയിട്ട് തന്നെ അഫക്ട് ചെയ്യും. ന്യൂട്രീഷൻ, നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് നല്ല രീതിയിൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇലക്കറികളും അതേപോലെ തന്നെ പച്ചക്കറികളും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയറ്റ് തന്നെ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ന്യൂട്രീഷ്യൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് എനിക്ക് തോന്നുന്നു അംഗനവാടി വഴിയൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണില്ലേ? നിങ്ങളുടെ ഏരിയയിലുണ്ടോ? ഗോതമ്പ്, പിന്നെ ശർക്കര, എണ്ണ, ചെറുപയർ, ഒരു ഫുഡ് മിക്സ്. ഞാൻ ഓക്കെ. അപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം ആര് കഴിക്കേണ്ടത്? പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് കഴിക്കേണ്ടത്. ദെൻ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ഇൻടേക്ക്. ഒരു കാരണവശാലും ഡ്രഗ്സോ ആൽക്കഹോളോ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് കഴിക്കാൻ പാടില്ല. കാരണം അത് കുട്ടിക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനായിട്ട് കാരണമാകും. ഒരു കാരണവശാലും എന്ത് പാടില്ല? ഡ്രഗ്സോ ആൽക്കഹോളോ കഴിക്കാൻ പാടില്ല. നമ്മൾ ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആൽക്കഹോളോ ഡ്രഗ്സോ കഴിക്കുന്ന അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യുന്ന വുമൻസിന്റെ കുട്ടികൾക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആൽക്കഹോളോ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ? അപ്പൊ അത് ഒട്ടും പാടില്ല. കാരണം കുട്ടിക്ക് അത് ഫിസിക്കലി ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഹിയറിംഗിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഇനി ആക്സിഡന്റ്സ്, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം നടക്കാനായിട്ട്. എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് പോലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുട്ടീനെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. ഞാൻ പറയാം, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണേ കേട്ടോ.
എന്റെ അമ്മ അനിയത്തിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ ഒന്ന് വീണെന്ന് വെച്ചാല് 9 മന്തിനോട് എടുക്കുന്ന സമയത്തായിരുന്നു അമ്മ വീണത്. അമ്മ ചെന്നിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അമ്മ അത് വലിയ കാര്യമാക്കിയില്ല. അമ്മ ആ സമയത്ത് വേദന ഉണ്ടായിരുന്നു, പിന്നെ വേദന വന്നില്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ പിന്നെ ഹോസ്പിറ്റലൊന്നും പോയില്ല. പണ്ടത്തെ കാലത്താണ് 9 മന്ത്സ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് പിന്നെ പിറ്റേ ആഴ്ചയോ 2 ആഴ്ച കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവേണ്ടതാണ്. അപ്പൊ അമ്മ പറഞ്ഞു പെയിൻ വരാണെങ്കിൽ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ തന്നെ അമ്മ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് 9 മന്ത്സിനോട് അടുക്കുമ്പോഴാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അവൾ ജനിച്ചു കഴിഞ്ഞപ്പോ അവളുടെ കാല് കുറച്ച് വളഞ്ഞിരിക്കുകയായിരുന്നു. വളഞ്ഞിരിക്കാന്ന് വെച്ചാൽ സാധാരണ എല്ലാവരുടെ പാദം ഇങ്ങനെയല്ലേ ഇരിക്കുക, അവളുടെ കാല് മാത്രം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ മോർണി ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അപ്പൊ ഒന്നും വേദന ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ആരെ അഫക്ട് ചെയ്തത്? അവളെ അഫക്ട് ചെയ്തത്. പക്ഷെ അവൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാല്, പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് അത് കറക്റ്റ് ആയിട്ട് ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പം അച്ചാച്ചൻ എന്ന് പറയുന്നത് വൈദ്യം പോലെയാ. അമ്മയുടെ അച്ഛനില്ലേ, അമ്മയുടെ അച്ഛൻ ഇങ്ങനെ വൈദ്യം അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അച്ചാച്ചൻ തന്നെ ഈ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ആള് ഓക്കെയാണ്. നമ്മള് എന്താ പറയാ, ജനിച്ചൊരു 3 മാസമൊക്കെ ആ ഒരു ഡിഫക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചൻ ഈ ഫിസിയോതെറാപ്പി 15 ദിവസം മുതൽ ഇതന്നെ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് അത് നോർമലാക്കി. അച്ചാച്ചന്റെ ഒരു കഴിവാണ്. അങ്ങനെ നോർമലാക്കി ആൾക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഷൂ നമുക്ക് ശരിക്കും പാകാവില്ല. കാരണം ഒരു കാല് വലുതും ഒരു കാല് ചെറുതാണ്. ഒരു കാല് എന്താ പറയാ ഡിഫറൻസ് ഉണ്ട് ആൾക്ക് എപ്പോഴും. ഡിസബിലിറ്റി നമുക്ക് സാധാരണ നോക്കിക്കഴിഞ്ഞാലോ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇപ്പൊ ഷൂ ഒക്കെയാണ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഷൂ ഒക്കെയാണ്. ചപ്പലിന് കുഴപ്പമൊന്നുമില്ല. ഷൂ ആണെങ്കിൽ ആ ഡിസബിലിറ്റി നമുക്ക് മനസ്സിലാവും. കയറി പറഞ്ഞ ഒരു കാല് ചെറുതും ഒരു കാല് വലുതാണ്. പക്ഷെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ചെറിയൊരു ആക്സിഡന്റ് ആണ്. നമുക്ക് പെയിൻ ഉണ്ടാവില്ല, പക്ഷെ കുട്ടീനെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൺസ് എപ്പോഴും ശ്രദ്ധിക്കണം ആക്സിഡന്റ് ഒന്നും വരാതിരിക്കാനായിട്ട്. കാരണം അത് ആരെ അഫക്ട് ചെയ്യാം? കുട്ടീനെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. അനിയത്തിന്റെ കാര്യത്തില് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇത് കറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. കാരണം കുട്ടികളാണല്ലോ, കുട്ടികളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കുഴമ്പൊക്കെ ഇട്ടിങ്ങനെ ഒഴിഞ്ഞ് അത് അച്ഛൻ തന്നെ ശരിയാക്കി തന്നതാണ്. നെക്സ്റ്റ് ആണ് പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സിൽ മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടി ജീവിച്ച് വരുന്ന എന്താണ് അവന്റെ ജീവിത സാഹചര്യങ്ങള്, അവന്റെ ചുറ്റുപാടും, അവന് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ, അവന്റെ ഹെൽത്ത് ഓക്കെ ആണോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും ആക്സിഡന്റ് ജനിച്ചതിന് ശേഷം ആക്സിഡന്റ് സംഭവിക്കാലോ, അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ടോ, ഇതെല്ലാം എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന സൊസൈറ്റിയിൽ വളരെ ഇൻഫ്ലുവൻസിങ് ആരിലുണ്ടാവും, നമ്മുടെ ക്യാരക്ടറിലുണ്ടാവും. നമ്മൾ നല്ല സേഫ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നമുക്ക് എവിടെ പോകാനും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. അതേപോലെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടീനോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വളരെയധികം ഗ്രോത്തില് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലി സ്ട്രക്ചർ കേട്ടോ, ഫാമിലി സ്ട്രക്ചർ ജോയിന്റ് ഫാമിലി, നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിക്കട്ടെ, ജോയിന്റ് ഫാമിലി ആണോ നല്ലത്, ന്യൂക്ലിയർ ഫാമിലി ആണോ നല്ലത്? ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന മെമ്പേഴ്സ് അച്ഛനമ്മ, കുട്ടികള്, പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ഇത്രയും പേരുള്ള ഒരു ഫാമിലി ആയിരിക്കും നല്ലത്? അച്ഛനും അമ്മയും കുട്ടികളും മാത്രമുള്ള ഒരു ഫാമിലി ആയിരിക്കും നല്ലത്? ജോയിന്റ് ഫാമിലി. കാരണം എന്താണെന്നറിയാവോ? ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ നമ്മള് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു ശ്രദ്ധയും കൂടി ആർക്ക് വരും? കുട്ടികൾക്ക് കിട്ടും. അപ്പോ എല്ലാവരും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മള് ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ സേഫ് ആണെന്നാണ് ജോയിന്റ് ഫാമിലിയാണ് എന്റെ ഒരു ഫീല്. കാരണം നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നതാണ്, നമ്മള് ജോലിക്കൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിലും കുട്ടികളുടെ കാര്യം അവർ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കും. ആര്? ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്, ഒരു സേഫ് ഫീലിംഗ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനും നമുക്ക് ആ ഒരു ഫീൽ ഗുഡ്, നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. രണ്ട് ഫാമിലീസ് വൈസ് നോക്കുമ്പോൾ
രണ്ട് സൈഡിലും ഗുഡും ബാഡ് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, സെറ്റ്. പക്ഷെ ഒരു കുട്ടിയുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ജോയിന്റ് ഫാമിലി ആണ് ഏറ്റവും നല്ലത് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ. കാരണം അവർക്ക് ചെറുപ്പത്തിലെ അച്ചാച്ചന്റെ അമ്മാമ്മയുടെ കെയർ കിട്ടുന്നു, സ്നേഹം കിട്ടുന്നു. എന്റെയൊക്കെ ഒരു ഓർമ്മയിലാണെങ്കിൽ എനിക്ക് അച്ഛന്റെ അച്ഛനും അച്ഛന്റെ സൈഡിൽ നിന്ന് ആരുമില്ല. അച്ചാച്ചനും അമ്മാമ്മയും ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ സൈഡിൽ നിന്ന് അച്ചാച്ചനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ചാച്ചന്. അമ്മാമ്മ മരിച്ചുപോയതാ. ഭാഗമുള്ളത് അച്ചാച്ചനാണ്. അച്ചാച്ചനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആള്. ഞാൻ പറയില്ലേ വയറ്റിനൊക്കെയാണ്. അപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഒരു കെയറോ സ്നേഹമോ അങ്ങനെയൊന്നല്ല. നമ്മളോടൊരു എന്താ പറയാ ഒരു അടുപ്പം, അങ്ങനെ അത്ര അടുപ്പമൊന്നും കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാനപ്പോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മക്കളാണെങ്കിൽ എന്റെ മക്കൾക്ക് ചില അച്ചാച്ചനും അമ്മാമ്മയുടെയും അച്ചാച്ചന്റെ ഒക്കെ സ്നേഹം കിട്ടി തന്നെ വളർന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ അത് എന്ത് ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മമാരൊക്കെ ആ സ്നേഹം കാണിക്കുമ്പോഴും കെയർ കാണിക്കുമ്പോഴും ഒക്കെ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ ഇങ്ങനെ ഇല്ലാഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണല്ലോ അച്ഛനും അമ്മമ്മൊന്നും ഇല്ലാത്തത് എന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ രണ്ട് സൈഡും എന്റെ അച്ഛനമ്മയായാലും ഹസ്ബൻഡ് അച്ഛനമ്മയാണെങ്കിലും രണ്ടുപേരും എന്താ പറയാ സ്നേഹത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ പിള്ളേരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. മുമ്പ് എന്നെ പേടിപ്പിച്ചിരുന്ന ആൾക്കാരാ അച്ഛൻ എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാ. പക്ഷെ ഇപ്പൊ അവളുടെ ഒപ്പം ഇരുന്ന് കളിക്കുന്നത്, മോളുടെ ഒപ്പം ഇരുന്ന് കളിക്കുന്നത് അച്ഛനായിരിക്കും കൂടുതല്. നമുക്ക് തോന്നും നമ്മളെ ഇന്ന വരപ്പിച്ച ആള് ഇരുന്ന് കളിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആൾക്കാരോട് നമ്മള് മോളൊന്ന് വഴക്ക് പറയണ്ട, ഞാൻ വഴക്ക് പറയാറില്ല, എന്നാലും നമ്മളൊന്ന് പേടിപ്പിക്കുമ്പോഴേക്കും കുഞ്ഞു പഠിച്ചതൊക്കെ മതി, നമുക്ക് കളിക്കാനും പറഞ്ഞ് ഇവിടത്തെ അച്ഛനായാലും കൊണ്ടുപോകും. അപ്പൊ ആ ഒരു കെയറും സ്നേഹവും കണ്ടു വളർന്നു വരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ. നമ്മളുടെ രണ്ട് സൈഡിൽ നിന്നും, ഇപ്പൊ പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെ സൈഡിൽ നിന്നും ശ്രദ്ധ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ അത് ഗൈഡ് ചെയ്ത് കൊടുത്തോളും. പിന്നെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന് നമ്മുടെ പാരന്റ്സിന് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടാണ് അവർ വളർത്തുന്നത്. അപ്പൊ അതേ ഏജിലുള്ള വ്യക്തികളെ അവരെന്ത് ചെയ്യും, അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യും. അപ്പൊ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, ദെൻ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ആണ് ഒരു കുട്ടിക്ക് എന്താണ് പഠിക്കാനും അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ അതിന്റെ എൻവയോൺമെന്റിൽ കുറെ എന്താ പറയുക ബുദ്ധിവികാസം റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെ അക്യൂർ ചെയ്യാനും പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. അവന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ ഇൻക്വസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നുണ്ടോ. വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികൾ നോക്കി വരുന്നുണ്ട്. നിങ്ങൾ ഈ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് മിസ്സേ അങ്ങനെ, അതെന്തുകൊണ്ടാ, അത് വൈറ്റ് ക്വസ്റ്റ്യനാ. അത് ആ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ആവുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ത് വൈറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. നമ്മളുടെ കുട്ടികളാണെങ്കിലും അവർ വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ, അമ്മ ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ, അതെന്താ അങ്ങനെ ആ വൈറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അവൻ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ, ആൻസർ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. നമ്മൾ അതിന്റെ ആൻസർ എങ്ങനെയെങ്കിലും കണ്ടെത്തി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുക, അവരെ എൻകറേജ് ചെയ്യുക. ദെൻ അവർക്ക് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കൈവരിക്കും. ഇപ്പൊ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരു 2.5-3 വയസ്സ് മുതൽ എന്റെ അഭിപ്രായത്തിൽ ഡ്രോയിങ് ചെയ്യിച്ചു തുടങ്ങാം. ആദ്യം ചെയ്യുമ്പോൾ അവര് ഭയങ്കരമായിട്ട് മോശമൊക്കെ ആയിട്ടായിരിക്കും ഡ്രോയിങ് ചെയ്യുന്നത്. പക്ഷെ അവര് നമ്മുടെ ഹാൻഡ് ആൻഡ് ഹൈ കോർഡിനേഷൻ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഒരു 2.5 വയസ്സ് 3 വയസ്സ് മുതൽ ട്രെയിൻ ചെയ്യിച്ചാൽ, അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ ട്രെയിൻ ചെയ്യിച്ചാൽ 4 വയസ്സാകുമ്പോഴേക്കും ഒരു പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതെല്ലാം ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് എന്ന്. Postnatal factors. First one is physical environment. ലിവിംഗ് കണ്ടീഷൻ, നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, കുട്ടിക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടോ, ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്തും ന്യൂട്രീഷനും പ്രോപ്പർ ആണോ, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ഉണ്ടോ. ഇൽനെസ്, എപ്പോഴും അസുഖങ്ങൾ വരുന്ന കുട്ടിയാണോ, അല്ലെങ്കിൽ ആക്സിഡന്റ്സ് ഒക്കെയോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്.
സോഷ്യൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ പാരന്റൽ ആപ്റ്റിറ്റ്യൂഡ്, പാരന്റ്സിന്റെ ആപ്റ്റിറ്റ്യൂഡ്, കുട്ടീനോടുള്ള ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, കുട്ടീനെ വളർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പാരന്റ്സിന്റെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പാരന്റ്സ് എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് ആരും ഒരു ക്ലാസ്സും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറയിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ, ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ പാരന്റ്സ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ ഫ്രണ്ട്സ് ആവാനാ ശ്രമിക്കണ്ടേ, അല്ലെ? നമ്മളെങ്ങനെയാ, പണ്ട് നമ്മളുടെ അച്ഛനമ്മമാര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. വടിയും പിടിച്ച് നമ്മൾ തല്ലിക്കഴിഞ്ഞ് 2 തല്ല് കിട്ടുമ്പോ പേടിച്ചിട്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റുമോ? എന്നെ തല്ലാറായോ, എന്നെ തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന കുട്ടികളാ, അല്ലെ? അങ്ങനെ എന്റെ മൂത്ത മോളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങനത്തെ കുട്ടികളോട് നമ്മള് തല്ലല്ല വേണ്ടത്, അവരുടെ ഫ്രണ്ട് ആയിട്ടിരിക്കാൻ നോക്കുക. അവരുടെ ഫ്രണ്ട് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റമാണ്. നമ്മളെ കുട്ടികളോട് ആ ഒരു രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തെങ്കിൽ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും. നമ്മുടെ ഫ്രണ്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, അവർ തെറ്റ് ചെയ്യും, കുട്ടികളാണ് തെറ്റ് ചെയ്യും, അത് അവരുടെ പ്രായത്തിന്റെയാണ്. നമ്മളുടെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. നമ്മളുടെ ആ പ്രായത്തില് എന്തൊക്കെ വികൃതികളാ ചെയ്തിട്ടുള്ളത്, അതിനൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ തല്ലൊക്കെ വാങ്ങിച്ചിട്ടില്ലേ? പക്ഷേ നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. തല്ലിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ നന്നാവില്ല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാം. പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടീന്റെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഫാമിലിയുടെ ഉണ്ടോ, ഫാമിലിയുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഹൈ ക്ലാസ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും, ഭയങ്കരമായിട്ട് ഹൈ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അത് ആ സോഷ്യൽ സ്റ്റാറ്റസിൽ അവർക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ ആ ഒരു പെട്ടെന്ന് നമ്മുടെ സൊസൈറ്റി ആയിട്ട് മിങ്കിളാവാനൊക്കെ പെട്ടെന്ന് പറ്റണമെന്നില്ല. ഫാമിലി സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ, ജോയിന്റ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും. അപ്പൊ ഫാമിലി സ്ട്രക്ചർ കുട്ടിയുടെ ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെക്സ് ആൻഡ് കൾച്ചർ, അവര് ഫോളോ ചെയ്യുന്ന കൾച്ചർ, കസ്റ്റംസ്, കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് അത് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണയായിട്ട് ആൺകുട്ടികൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കളിക്കാനും പുറത്തും കാര്യങ്ങളൊക്കെ വിടും. പക്ഷെ പെൺകുട്ടികൾ എന്ത് ചെയ്യും, വീട്ടിൽ തന്നെ ഇരുത്താനാ ശ്രമിക്കാറ്, അല്ലെ പുറത്തോട്ടൊന്നും വിടാൻ ശ്രമിക്കാറില്ല. അപ്പോ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി സോഷ്യലബിൾ ആയിരിക്കും, പെൺകുട്ടികൾ എപ്പോഴും ഉൾവലിഞ്ഞൊരു പ്രകൃതമായിരിക്കും, ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് തേർഡ് പോയിന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. കുട്ടിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ, എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ, കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അവന്റെ ഇന്റലക്ച്വൽ പവർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്സ്, എക്സ്പ്ലോസ് ഇൻവെസ്റ്റിഗേറ്റീവ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഒരു ഇതില്ലേ, ഒരു എന്താ പറയാ, ചോദ്യം ചോദിക്കുന്ന ആ ഒരു ഇത് താല്പര്യം. അതെ. അപ്പൊ അത് അങ്ങനെയാണോ? എൻകറേജ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ അവരെ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. നീ ഒന്ന് പോയേ, എപ്പോഴും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നൊന്നും പറയരുത്. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അറിയാത്തതാണെങ്കിൽ പറയാം, അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ടീച്ചറാണെങ്കിലും ടീച്ചർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാട്ടാ. നമുക്ക് അവിടെ നമ്മൾ ചെറുതായി ഒന്നും പോകുന്നില്ല. നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, എനിക്ക് അറിയാത്തൊരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ അതങ്ങനെയാണ് എന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാറില്ല. കാരണം എന്താണ്, എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയിട്ട് പറയാട്ടാ. കാരണം എന്താണ്, തെറ്റ് പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലത്, അല്ലെങ്കിൽ എനിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലതാണ് നമ്മൾ നോക്കി റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടെങ്കിൽ അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറയാം. പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നെയിംലി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കുക. റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രാമാസ്. അപ്പൊ എന്തൊക്കെയാണ്, റീഡ് ചെയ്യിപ്പിക്കാം. റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കണം, കുഴപ്പമില്ല കേട്ടോ, നമ്മള് കഥകളൊക്കെ റീഡ് ചെയ്ത് കൊടുക്കൂലേ. പിന്നെ നമ്മൾ പിക്ചർ സ്റ്റോറീസ് ഉണ്ടായിരുന്നില്ലേ, പണ്ടുണ്ടായിരുന്നു, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് പിക്ചർ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. പിക്ചർ നോക്കി നമ്മൾ കഥകൾ നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം എനിക്ക് വായിക്കാൻ അങ്ങനെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമുക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പിക്ചർ നോക്കിയിട്ട് അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയും. പിക്ചർ മാത്രം റീഡ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു
ഹാറ്റ് ഒക്കെ സെല് ചെയ്യുന്ന ആളും പിന്നെ ആ മങ്കീസിന്റെയും ഒരു കഥയില്ലേ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല, പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അതങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ റാബിറ്റിന്റെ ഇപ്പത്തെ LKG ഉണ്ട്, CBSE ഉണ്ട് അത്. ആണോ, പിക്ചർ സ്റ്റോറീസ് ഉണ്ട്. ഉണ്ട്, പിക്ചർ ടെല്ലിംഗ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പൊ അങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയാം. സ്റ്റോറി ടെല്ലിംഗ്, കഥകൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ അവർ ഡ്രോയിങ് ഇപ്പൊ ഉണ്ട് തോന്നുന്നുണ്ട്, CBSE എല്ലായിടത്തും ഉണ്ട് ഡ്രോയിങ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോയിങ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഓഫ് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ആണ്. നമ്മുടെ കുട്ടിക്ക് ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കണം, ഒരു പിക്ചർ കൊണ്ടു കൊടുക്കാം. എന്നിട്ട് അതിന് വേണ്ട ക്രയോൺസും കൊടുക്കാം. നമ്മുടെ കുട്ടിക്ക് ആ ഇന്റലക്ച്വൽ പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് ആ പിക്ചർ 4 വയസ്സിന് എപ്പോൾ ചെയ്താൽ മതിയില്ല. അവൻ കറക്റ്റ് ആയിട്ട് ആ പിക്ചർ കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവൻ നല്ല ഐക്യമുള്ള കുട്ടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി അവൻ പ്രോപ്പർ ആയിട്ടല്ല ഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നിടത്തായാലും അങ്ങനെ തന്നെ ചെക്ക് ചെയ്യാം. ചില കുട്ടികൾ ശ്രദ്ധയില്ലാത്ത കുട്ടികളുണ്ടാവും, ഒട്ടും ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യിച്ച് നോക്കാം. അവന് ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അവന് ഓക്കെ ആണ്, വേറെ വരച്ചത് നല്ല ഭംഗിയിൽ കറക്റ്റ് ആയിട്ടൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് പോവാം. ഇനി കറക്റ്റ് അല്ല എങ്കിൽ അവന് എന്തോ ഡീവിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് വരും. പ്ലേയിങ് മ്യൂസിക്, പിന്നെ ഡാൻസിങ്, ഡ്രാമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ കുറച്ചും കൂടി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യും. ഓക്കെ, ഇനി Montessori acknowledges the passive nature of the child. Then they go through the period of absorption from the environment so that shift more important to the prepared environment. നമുക്കറിയാം കുട്ടികൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാണ്. ഒരു 3 to 6 ഇയേഴ്സിനുള്ളിൽ കുട്ടികൾ ഏകദേശം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒരുപാട് ശ്രദ്ധയോട് കൂടിയാണ് ആര് പ്രിപ്പയർ ചെയ്തിരിക്കണേ, മരിയ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തിരിക്കണേ. അറ്റ് ദ സെയിം ടൈം ഷി റെക്കഗ്നൈസ് ദ സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്. നമുക്കറിയാം, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി, 4 വയസ്സുള്ള കുട്ടിയല്ലേ, 3 വയസ്സുള്ള കുട്ടി ഉണ്ട് ആർക്കെങ്കിലും? 3 വയസ്സുള്ള ഓക്കെ, 3.5 വയസ്സ്. എങ്ങനെയുണ്ട് കുറുമ്പ്? ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമല്ലോ. നല്ല വാശിയാണ്, ഭയങ്കര ആക്റ്റീവാണ്. ഡാൻസിനായാല് പാട്ടിനായാല്. മോന് 8 വയസ്സുള്ള ഒരു മോനും കൂടി ഉണ്ട്. അപ്പൊ അവൻ പാടുന്നതൊക്കെ കേട്ടിട്ട് കൂടെ പാടാനും അവനേക്കായും ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാനൊക്കെ അവൻ ചെറുതാണ് നോക്കുന്നത്, 3.5 വയസ്സുള്ളത്. കുട്ടികൾക്ക് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ആയിരിക്കും ചൈൽഡിന് ആ ഒരു ഏജില്. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം. അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമ്മൾ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കണം. വോളണ്ടറി അവർക്ക് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ആര് കൊടുക്കണം, നമ്മൾ കൊടുക്കണം. എന്നാലാണ് അവർക്ക് ഇഷ്ടത്തില് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണമെന്ന് അറിയാം, അല്ലെങ്കിൽ ടീച്ച് ചെയ്യിക്കണമെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ട്രെയിൻ ചെയ്യിക്കണം. അപ്പൊ അത് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലൗ ചെയ്യണം. അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ കണ്ടെത്തി ആ ഒരു ഫ്രീഡത്തിൽ നമുക്ക് അവർക്ക് ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യാം, അലൗ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഇന്ന് എടുത്തത് ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ്, ഇവിടെ മുതൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒന്ന് റീഡ് ചെയ്യട്ടോ. ഞാനേ ഒരു അസൈൻമെന്റ് ബുക്ക് എടുക്കാൻ മറന്നു, ഞാനത് എടുത്തിട്ട് വരാം. ഓക്കെ, റീഡ് ചെയ്യേ.
മാം. ആ ആൽഫബറ്റ് ചാപ്റ്റർ അല്ലേ? ആ അതെ അതെ അതെ. ഓക്കേടാ. ഞാനേ ഒരു അസൈൻമെന്റ് തരാട്ടാ. ഫസ്റ്റ് അസൈൻമെന്റ് നമ്മൾ അസൈൻമെന്റ് ചെയ്തിട്ടില്ലല്ലോ. എന്റെ അസൈൻമെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ആക്ടിവിറ്റീസ് അല്ലേ ചെയ്തിട്ടുള്ളത്? അതെ ഇല്ല തന്നിട്ടില്ല അസൈൻമെന്റ്. ഫസ്റ്റ് അസൈൻമെന്റ് ആണ് നമ്മൾ എടുത്തു പോയ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് ആണ് കേട്ടോ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നുള്ളത് ഞാൻ എടുത്തല്ലേ, ഗ്രൂപ്പിലിടും. എന്നാലും ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റൈറ്റ് ദ നെയിം പറയാം. 20 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചിട്ട്, കോമൺ ഡിസീസ് ഫൗണ്ട് ഇൻ ചിൽഡ്രൻസ്, കോമൺ ആയിട്ട് കുട്ടികൾ കണ്ടുവരുന്ന 20 അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അവരുടെ നെയിംസും അതിന്റെ കോസസും സിംറ്റംസും എന്ത് ചെയ്യാം, ആ ഒരു അസൈൻമെന്റ് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളുടെ കയ്യിലുള്ളതും പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതും കുഴപ്പമില്ല കേട്ടോ. മനസ്സിലായോ? 20 എണ്ണം വേണം. ഒന്നും കൂടി പറഞ്ഞോ, എന്താണ്? ഒന്നും കൂടി പറയോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസുകൾ 20 എണ്ണം കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസും അതിന്റെ കോസസും സിംറ്റംസും ഒരു അസൈൻമെന്റ് രൂപേണ എഴുതണം. ക്വസ്റ്റ്യൻ ഇടാം ഇപ്പൊ, നമുക്കപ്പൊ മനസ്സിലാവും. ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. മാം, സെമിനാർ പ്രസന്റ് ചെയ്യാത്തവർക്ക് ഇനി അതിനുള്ള അവസരം ഉണ്ടോ? സെമിനാർ ഏതായിരുന്നു ടോപ്പിക്? സെമിനാർ ഒന്നും പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ സെമിനാറിന് മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യാത്തവർക്ക് മാർക്ക് കിട്ടൂലല്ലോ. ശരിയാണ്. കാരണം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ തീരുന്നതിനേക്കാളും മുമ്പായിട്ട് എന്തായാലും സെമിനാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അതിലെടുക്കാം കേട്ടോ. നീഡ്സ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ വരുമ്പോ എന്തായാലും സെമിനാർ വരും കേട്ടോ. ഒരാളൊരു സെമിനാർ എടുത്താൽ മതിയോ? എന്താണ്? ഒരാളൊരു സെമിനാർ എടുത്താൽ മതിയോ? മതി, ഒരാളൊരു സെമിനാർ എടുത്താൽ മതി. ഒരു സെമിനാർ എങ്കിലും എടുക്കണം. അങ്ങനെ ഒരു സെമിനാർ എടുത്താൽ മതി എന്നല്ല, ഒരു സെമിനാർ എങ്കിലും എടുക്കണം. അങ്ങനെയാ. മാം, അപ്പൊ ഇതുവരെ പറയാത്തവർക്ക് അതിനുള്ള അവസരം കിട്ടുമല്ലോ ഇനി അടുത്ത് വരുമ്പോ. ഇനി നിങ്ങൾ നോക്കണം. സെമിനാർ എടുക്കാത്തവര് പറയണം, എന്റെ അടുത്ത് സെമിനാർ ഞാൻ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് സെമിനാർ എടുക്കാനുണ്ടെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങള്? റൈറ്റ് ദി നെയിം ഓഫ് 20 കോമൺ ഡിസീസ് ഫൗണ്ട് ഇൻ ചിൽഡ്രൻസ് വിത്ത് ദെയർ കോസസ് ആൻഡ് സിംറ്റംസ്. കുട്ടികൾ കണ്ടുവരുന്ന 20 കോമൺ ഡിസീസുകളും അതിന്റെ സിംറ്റംസും അതിന്റെ കോസസും കാരണങ്ങളും എഴുതണം. ഓക്കെ അല്ലേ? എന്താണ് അസുഖം എന്ന് എഴുതാം. ഇപ്പൊ ഞാൻ ഇതിലുള്ളതാണ് മീസിൽസ് ആണെന്ന് വിചാരിക്കും. മീസിൽസ് എന്താന്ന് എഴുതാം, അതിന്റെ കാരണങ്ങൾ എഴുതാം, സിംറ്റംസ് എഴുതാം. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്തോളൂല്ലേ? ഞാനിത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. എന്താണ് ഡേറ്റ് എന്നാ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്? സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അധികം വൈകാൻ പറ്റില്ല. പേപ്പർ ചെയ്താൽ പോരെ മാം? പേപ്പറിൽ ചെയ്യാൻ അസൈൻമെന്റ് ബുക്ക് ഉണ്ടോ നിങ്ങൾക്ക്? അസൈൻമെന്റ് ബുക്ക് ചെയ്താൽ മതി. കാരണം പേപ്പറിൽ ചെയ്താൽ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് സൈൻ ചെയ്യിക്കൂലേ നിങ്ങള്, ബുക്കിൽ ചെയ്താൽ മതി. അപ്പോ ആ ബുക്കിൽ അസൈൻമെന്റ് ഇങ്ങനെ ടോപ്പിക് എഴുതാം, ഈ ക്വസ്റ്റ്യൻ എഴുതാം, കണ്ടന്റ് എഴുതാം, ലാസ്റ്റ് ബ്രാക്കറ്റിലായിട്ട് ആരുടെ സെമിനാർ ആണ് എന്നുള്ളതൊന്ന് എഴുതാം. ഓക്കെ? ഞാനിത് ഗ്രൂപ്പിലും കൂടി പോസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒന്ന് പറഞ്ഞേക്കണം ഇങ്ങനൊരു സെമിനാർ ഉണ്ട്. എന്ന് സബ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോ ഡേറ്റ് തന്നെ വരും. 30th ആയില്ലേ? 30th ആണോ? 31st. ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണ്ടേ അസൈൻമെന്റ്? ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. എനിക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണ്ട, പക്ഷെ ക്ലാസ് റൂമിൽ 31st കഴിയുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യണം. 1 വീക്ക് കേട്ടോ. സിമ്പിൾ ആണ്. 10 മാർക്കാണ്. ഓരോ അസൈൻമെന്റ്സിനും 10 മാർക്കാണ്. ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 10 മാർക്കാണ്. ഒരു ചാർട്ട് ഇതേപോലെ എന്താ പറയാ, കലോറിൻ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന് 10 പോയിന്റ് ചെയ്തിട്ടുണ്ട് അശ്വതി ടീച്ചറിന്റെ അല്ലേ? അശ്വതി ടീച്ചർ 2 അസൈൻമെന്റ് തന്നായിരുന്നു. ഓക്കേടാ, അപ്പൊ അത് ചെയ്യാട്ടോ, പ്രസന്റ് ചെയ്യാം. ഓക്കെ.
ഇനി ആൽഫബറ്റ് ചാർട്ട് അല്ലേ ഇന്നത്തെ ആക്ടിവിറ്റി. ഞാൻ അസൈൻമെന്റ് അധികം കൊടുക്കാറില്ല, ഞാൻ ആക്ടിവിറ്റീസാ കൂടുതൽ കൊടുക്കുന്നത്. പക്ഷെ അസൈൻമെന്റ് മാർക്ക് നമുക്ക് വൈകിക്കുന്ന സമയത്ത് അത് നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അസൈൻമെന്റ് കൂടുതലായിട്ട് തരുന്നത് കേട്ടോ. ഒരുപാട് അസൈൻമെന്റ് ആയിരിക്കില്ല, ചിലപ്പോ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോ അസൈൻമെന്റ്സ് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ് ബുക്കിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. പ്രിവെൻഷൻ എഴുതാം നമ്മളുടേതായ ഐഡിയയിൽ. ഞാനപ്പോ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പറഞ്ഞോളൂ, നിങ്ങളുടേതായ ഐഡിയയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ അസൈൻമെന്റ് എല്ലാവരും എഴുതാം, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഇപ്പൊ ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടും കൂടി ഇൻഫോം ചെയ്യാം. കാരണം വൈവയുടെ സമയത്ത് അതിന്റെയൊക്കെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കിയാൽ ആൽഫബറ്റ് ചാർട്ട് ചെയ്തവരായിരിക്കാം, ആരൊക്കെ ചെയ്തു? ഓക്കെ, ഓരോരുത്തരും പേരയക്കോ? ജസീന, ഞാൻ ശ്രുതി. നെക്സ്റ്റ് ശ്രുതി ട്ടാ. ഓക്കേടാ. ഓക്കെ, രണ്ടായിട്ടാ ചെയ്തല്ലേ, നന്നായിട്ടുണ്ടേ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ സീന. താങ്ക് യു മാം. ശ്രുതി, നെക്സ്റ്റ് ശ്രുതി ട്ടാ. ശ്രുതി മാം കാണുന്നില്ല. മാം കാണുന്നില്ലേ? ഇപ്പൊ കാണാം, ഞാൻ പിൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. പിക്ചേഴ്സ് എല്ലാം വരച്ചതാണ്, ആൽഫബറ്റ് ഒക്കെ എഴുതിയതാണ്. എനിക്ക് തോന്നി നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. എലിഫന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക് യു മാം. നന്നായിട്ടുണ്ട്. ഓക്കെ. നസീറ, നസീറ. നസീറ ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? കാണാടാ. പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തേണോ? പിക്ചർ പേസ്റ്റ് ചെയ്തേക്കാണ്, ആൽഫബറ്റ്സ് ചെയ്ത്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ആതിര. കാണാമോ മിസ്സേ? കാണാമോ? കാണാം. എല്ലാം വരച്ചതാ, ആൽഫബറ്റും പിക്ചറൊക്കെ വരച്ചതാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മൃദുല. കാണാമോ മിസ്സേ? ആടാ കാണാം, നന്നായിട്ടുണ്ട് കേട്ടോ. സ്നേഹ. കാണുന്നുണ്ടോ മാം? കാണാട്ടെ. സ്നേഹ വരച്ചിരിക്കുന്നതാണോ? വരച്ചത് എഴുതിയതല്ല. നല്ല പെർഫെക്ഷൻ ഉണ്ട്. ക്രാക്സ് ഒക്കെ മോസ് വരച്ചത്. റാബിറ്റ് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓ, നല്ല ഭംഗിയുണ്ട്. എല്ലാം വരച്ചത് എഴുതിയതാ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഫെമിത. ഓക്കേടാ, ഒരു മിനിറ്റ് പെൻ ചെയ്യട്ടെ. വരച്ചിരിക്കണോ? ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ ഫെമിത. അശ്വതി. ഓക്കെ അശ്വതി, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. സഞ്ജന. സജനയാണ്. സജന. ഓക്കെ, സഞ്ജന. എന്നെ കൂട്ടി പറ. സജന കേൾക്കുന്നില്ല തോന്നുന്നു. ഓക്കേടാ. ഓക്കെ, നന്നായിട്ടുണ്ട്. സിബി. കാണാൻ പറ്റുന്നുണ്ടോ? സിബി കാണാടാ, നന്നായിട്ടുണ്ട് കേട്ടോ. സജന നന്നായിട്ടുണ്ട്, സിബി നന്നായിട്ടുണ്ട്. തൻസീറ.
മാം വരച്ചതാണ്. നന്നായിട്ടുണ്ട് കേട്ടാടാ. താങ്ക് യു മാം. ടെസ്സി. ഓക്കേടാ. ടെസ്സി കാണാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. കാണിച്ചു കേട്ടോ. കാണുന്നുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ നന്നായിട്ടുണ്ട് രണ്ടുപേരും നന്നായി. മാം ഒരു കാര്യം കാണിച്ചോട്ടെ. ആ ഇത് നമ്പർ ചാർട്ട് എനിക്ക് അറിയില്ല, ഇങ്ങനെ ചെയ്തായിരുന്നു. നന്നായിട്ടുണ്ട്. ക്രിയേറ്റീവ് ചെയ്തല്ലേ 1 മുതൽ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു ഐഡിയ ആണ്. നന്നായിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. താങ്ക് യു. ഇത് മെറ്റീരിയൽ കൊണ്ടുപോവാ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ. അഫ്ലിയ. ഓക്കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ആര്യ. കാണുന്നുണ്ട് മാം. ഓക്കെ നോക്കട്ടെ. ഓക്കേടാ നന്നായിട്ടുണ്ട് കേട്ടോ. എടാ അതില്ലേ ഈ നമ്മുടെ അക്ഷരങ്ങളില്ലേ ആൽഫബറ്റ് ചെറുതായി പോയ പോലെ ആൽഫബറ്റ് കുറച്ച് ക്ലിയർ ആവില്ല. ഇത് ആൽഫബറ്റ്സ് ആയിട്ട് ഓക്കെയാണ്, പക്ഷെ ആൽഫബറ്റ്സ് കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം എന്താ കുട്ടികൾക്ക് അത് കാണുമ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നമ്പർ ചാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ആണോ? ഓക്കേടാ. നമ്പേഴ്സിന്റെ പേരൊക്കെ നല്ല വലുതായിട്ട് തന്നെ എഴുതിക്കണേ. അത് കുഴപ്പമില്ല. നല്ലാണ്ടോ. ഓക്കെ. അപ്പൊ നമ്മള് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും കഴിഞ്ഞു. ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും കഴിഞ്ഞു. ഇത്രയല്ലേ കഴിഞ്ഞിരിക്കണേ? നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടോ? ഇനി നമ്മൾ മെറ്റീരിയൽ ചെയ്യണം. കാണിച്ചില്ല. സോറി, ഇത് ആൽഫബറ്റ്സിന്റെ. രേവു എന്താടാ? രേണു ആൽഫബറ്റ് ചാർട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു. എന്നാ പ്രസന്റ് ചെയ്തോ. ആണോ സിബി? ഓക്കെ സിബി ഓൺ ആക്കിക്കോടാ. ഹായ്. ഹായ്. എന്താ പേര്? ഏഞ്ചലോ? ഓക്കേടാ. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 2ലാ. അമ്മയുടെ ഒപ്പം ഇരുന്ന ക്ലാസ് ആണോ അല്ലേ? ഓക്കെ. വല്ല പറയാനുണ്ടോ? ആണോ വന്ന്? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മള് ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട് 4 ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇനി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ദെൻ അത് കളക്ഷൻ ബുക്കിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയോ? ചെയ്ത് തുടങ്ങി അല്ലേ? ഇപ്പൊ എത്രാമത്തെ റെക്കോർഡാ? ഞങ്ങൾ ആദ്യം ഫസ്റ്റും ഫോർത്തുമാണ് ചെയ്തോണ്ടിരിക്കണത്. തീരാറായി. മൈ കളക്ഷൻ ബുക്ക് അല്ലേ? ഫസ്റ്റും ഫോർത്തും മൈ കളക്ഷൻ ബുക്കും കിഡ്സ് അതർ ആക്ടിവിറ്റി ബുക്കും. പസിൽസ്. ഓക്കേടാ. നമ്മളെ റെക്കോർഡിന്റെ ഭാഗമായിട്ട് നമ്മളെ അനിമൽസും അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ചെയ്തോ? കളക്ഷൻ ബുക്കിലുണ്ട്. ഓക്കെ. നിങ്ങളൊന്നൊരു ചാർട്ട് പോലെ ചെയ്യാൻ പറ്റുമോ ഫ്രൂട്ട്സിനെ കുറിച്ച്? ഫ്രൂട്ട്സിന്റെ ഇമേജും അതിന്റെ പേരും ഒരു 8 എണ്ണം, മിനിമം 8 എണ്ണം. വലിയൊരു ചാർട്ട് ആണെങ്കിൽ 4 ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ചാർട്ടുകളും കൂടി വേണം. ഒന്ന് അനിമൽസിന്റെ ചാർട്ട്, ഡൊമസ്റ്റിക് അനിമൽസിന്റെ ചാർട്ട്, ദെൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബേർഡ്സ്.
4 ചാപ്റ്റർ ചെയ്യാൻ പറ്റുമോ? മാം 4 ചാപ്റ്റർ. ആ പേരും എഴുതണം. പറയോ? പറയാം. അനിമൽസ് ഡൊമസ്റ്റിക് അനിമൽസിന്റെ ചാർട്ട്, ഫ്രൂട്ട്സിന്റെ ചാർട്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ബേർഡ്സ്, 4 ചാപ്റ്ററുകൾ ചെയ്യണം. 8 ഇമേജ് എങ്കിലും മിനിമം വേണം. എത്ര ഇമേജ് വേണം? 8 എണ്ണെങ്കിലും മിനിമം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയാൻ വേണ്ടിയിട്ട്. ചിലവർ ട്രെയിനിങ്ങിനും കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിക്കൊക്കെ മറ്റു പോകുന്ന കുട്ടികളായിരിക്കും. നമ്മൾ ആക്ടിവിറ്റി തരുന്നതല്ലോ, അത് ക്ലാസ്സിലാണല്ലോ ആക്ടിവിറ്റീസ് തരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം? ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ, ഫ്രണ്ട്സിനോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ആതിര ഒന്നും കേൾക്കുന്നില്ലാടോ, പറയോ? നെയിമും പിക്ചറും മാത്രം മതി. ഇപ്പൊ ബേർഡ്സിന് ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ പാരന്റ് ആണെന്ന് വിചാരിക്കുക, പാരന്റിന്റെ ഇമേജും ആ ഒരു പേര് എഴുതിയാൽ മതി. ഓക്കെ, വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ളവര് വരയ്ക്കാം. ഞാനൊക്കെ ആണെങ്കിൽ പിക്ചർ ഒട്ടിക്കുള്ളൂ, അത്ര കഴിവൊന്നുമില്ല. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ടത് നെക്സ്റ്റ് വീക്ക് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള വീക്കിലേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. പിക്ചർ ഒട്ടിക്കുക, അതിന്റെ പേര് എഴുതുക, അത്ര മാത്രം. അതിന്റെ ചെയ്യുന്നു, വേറൊന്നും വേണ്ട, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ കളക്ഷൻ ബുക്കിൽ ചെയ്യുന്നില്ലേ? ഓക്കെ ഓക്കെ. ഏതിന്റെയൊക്കെ മാം ഒന്നുകൂടി പറയോ? ബേർഡ്സ്, അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ആനിമൽസിൽ ഡൊമസ്റ്റിക് ആനിമലും ഡൊമസ്റ്റിക് മതി, വൈൽഡ് വേണ്ട. നമ്മളെ കുട്ടികൾക്ക് ഡൊമസ്റ്റിക് അനിമൽസിനെ ആയിരിക്കും കണ്ട് പരിചയം അല്ലെ? അവർക്ക് നമ്മുടെ പേരുകൾ കറക്റ്റ് ആയിട്ട് അതും നമ്മൾ കാണുന്ന കോമൺ ആയിട്ട് ബേർഡ്സുകളാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ബേർഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ, അപ്പോ അത് നെക്സ്റ്റ് അസൈൻമെന്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് വരാണ്, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ നാഴികക്കല്ല് അങ്ങനെയല്ലേ പറയുന്നത്. ഇനി നമ്മൾ ലൈഫിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പീരീഡ് ഓഫ് ഓവം. ഓവം എന്ന് പറയുന്നത് ഏത് ടൈമാണ്? കൺസെപ്ഷൻ ടു ദ സെക്കൻഡ് വീക്ക് ഓഫ് ദ പീരീഡ് ഓഫ് എംബ്രിയോ. സെക്കൻഡ് വീക്ക് ഇവിടെ വരെയാണ് കേട്ടോ. ഇതൊരു പോയിന്റ് ആണേ, നമ്മളത് ഒന്ന് പോയിന്റ് ആക്കി തന്നെ തിരിച്ചോ. ഇതൊരു പോയിന്റ് ആണ്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. ഓക്കെ അല്ലേ? അതൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ പേരുകൾ മാത്രം പറഞ്ഞു പോണത്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പീരീഡ്സ് പഠിക്കാനുണ്ട്. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് 2 to 8 വീക്കിനെയാണ് എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. എന്റെ ടെസ്റ്റിൽ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് PDF ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ PDF എങ്ങനെയാ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് മാം. കറക്റ്റ് അല്ലേ? ഞാൻ ടെസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് തന്നെയാണ്, കാരണം ടെസ്റ്റിൽ കറക്റ്റ് ആണ് കേട്ടോ. ഇനി try to hold up the head steady. ഇതെന്താണിത്? ഓക്കെ, ഞാൻ എന്റെ ടെസ്റ്റ് നോക്കി വായിക്കാം. PDF ഭയങ്കരമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ട്രൈ ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി എന്ന് പറയുന്നത് 8 to അൺടിൽ ദ ബർത്ത് വരെയാണ് കുട്ടികൾ ഹെഡ് ഇങ്ങനെ സ്റ്റഡി ആക്കി നിർത്താൻ നോക്കുന്നത്. ദെൻ സിറ്റിംഗ്, ഇരിക്കാൻ തുടങ്ങുന്ന ഏത് ഏജ് മുതലാണ്? 2 to 5 yearsലാണ് കുട്ടികൾ ഇരിപ്പ് ഉറക്കുന്നത്. ഒരു 5 yearsനുള്ളിൽ 5 months, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, സോറി കേട്ടോ, 5 years എന്നൊക്കെ ആയിപ്പോയി. 5 monthsനുള്ളിലാണ് കുട്ടികൾ ഇരിപ്പുറയ്ക്കുന്നത്. ദെൻ ക്രൗളിംഗ് എന്ന് പറയുന്നത് ഇഴയുന്ന മുട്ടിലെഴിയില്ലേ, ആ ഒരു ഏജ് എന്ന് പറയുന്നത് 8 months. ചില കുട്ടികൾ നേരത്തെ എഴിയും, അല്ലെങ്കിൽ 8 months ആണ് സാധാരണ കുട്ടികൾ. ആ ഒരു 8 monthsനുള്ളിൽ എഴഞ്ഞു തുടങ്ങും. ദെൻ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്, എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിന്ന് തുടങ്ങുന്ന എപ്പോഴാണ്? ഇപ്പൊ 12 months ഒക്കെ ആയി തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിടിച്ച് അവർ നിൽക്കാനായിട്ട് തുടങ്ങും. വോക്ക് ചെയ്ത് തുടങ്ങുന്നത് 11 to 14 months ആണ്. ഓരോ കുട്ടികളനുസരിച്ച് 11 മുതൽ 14 മാസത്തിനുള്ളിലാണ് കുട്ടികൾ നടന്നു തുടങ്ങുന്നത്. മേ ബി ചില കുട്ടികളിൽ എന്താ പറയാ 1.5 വയസ്സിൽ നടക്കുന്നവരുണ്ട്. ചില കുട്ടികൾ കേട്ടോ 1.5 വയസ്സ് വരെ നമുക്ക് നോക്കാം കുട്ടികൾ പ്രോപ്പറായിട്ട് നടന്നു തുടങ്ങുന്നുണ്ടോന്ന്. 1.5 വയസ്സ് വരെ നോക്കാം. ദെൻ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലിം ദ സ്റ്റെയർ. സ്റ്റെയർ കയറി തുടങ്ങുന്നതാണ് 13 മുതൽ 15 മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും? സ്റ്റെയർ കയറാനായിട്ട് എന്തെങ്കിലും പിടിച്ച്
എന്നുവെച്ചാൽ നമ്മുടെ കയ്യോ അല്ലെങ്കിൽ സ്റ്റെയറുമോ തന്നെ പിടിച്ച് ഒരു മുകളിലേക്ക് കയറാൻ തുടങ്ങും. ദെൻ ലാസ്റ്റ് ആണ് ഏത് റണ്ണിങ് 50 to 80 months. ഈ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവരെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല. കാരണം അവർ നിൽക്കില്ല, നടക്കാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും, നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ടി വരും. ഭയങ്കര സ്പീഡായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് കുട്ടികളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാത് സമയത്ത് നമ്മളിങ്ങനെ പറയുന്നുണ്ട് നടന്നു തുടങ്ങണം, ഇപ്പുറയ്ക്കണം, എഴുന്നേറ്റ് നിൽക്കാറായോ അല്ലെങ്കിൽ സ്റ്റെയർ കയറാറായോ എന്നൊക്കെ എന്താ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണോ, എന്തെങ്കിലും മന്ദഗതിയിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളോട് ഒരു വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മളോട് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ചോദിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഉള്ള അമ്മമാര് ചോദിച്ചു തുടങ്ങും, എന്താണ് കുട്ടി നടന്നു തുടങ്ങിയോ? അതെന്തുകൊണ്ടാ? കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഡോക്ടേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്, കുട്ടി നടന്നു തുടങ്ങിയോ? അപ്പൊ 1.5 വയസ്സേ 1.25 വയസ്സേ എന്ന് പറയുമ്പോൾ കുട്ടി നടന്നു തുടങ്ങിയോ നമ്മളോട് ചോദിക്കും ഡോക്ടേഴ്സ്. അപ്പൊ അതിന് വേണ്ടി അങ്ങനത്തെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണോ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ വരെ മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ക്രൗളിങ് കഴിഞ്ഞിട്ടല്ലേ സിറ്റിംഗ് വരുന്നത്? ചില കുട്ടികളിൽ അങ്ങനെയാണ്, സിറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും ക്രൗളിങ് വരുന്നത്. ചിലവര് എന്താണ്, എന്റെ മോളുടെ കാര്യം ഞാൻ പറയാം. അവൾ ഇരുന്നതിന് ശേഷം എന്താ പറയാ, ഇതിപ്പുറച്ചതിന് ശേഷമാണ് മുട്ടിലെഴഞ്ഞു തുടങ്ങിയത്. എന്നുവെച്ചാൽ അവൾക്ക് വന്ന് വീണ് എന്നിട്ട് ഇരിക്കുകയാണ് ചെയ്തത്, നേരെ ഇരിക്കുകയാണ് ചെയ്തത്. കുട്ടികൾ ഡിഫറെന്റ് ആണ്, ഇൻഡിവിജ്വലി എല്ലാവരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവൾ ഇരുന്ന് കഴിഞ്ഞ് കമന്ന് വീണു, ഇരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ വിചാരിക്കില്ലേ, എല്ലാവരും പറയും അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ചില കുട്ടികൾ അങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ഓരോ കുട്ടികളിലും ഡെവലപ്മെന്റ് അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അവള് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് മാം എന്റെ മോള് മുട്ടുകുത്തിയിട്ടില്ല, അവള് ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ. അതെ മുട്ടുകുത്തിയിട്ടില്ല മൂത്ത മോള്. അത് ചില കുട്ടികൾ അങ്ങനെയാണ്, അത് ഇൻഡിവിജ്വലി ഓരോ കുട്ടികളിലും ഡിഫറൻസ് ആണത്. എന്റെ മോള് എഴുന്നിട്ടില്ല, ഇരുന്നിട്ട് പിന്നെ പിടിച്ചെഴുന്നേറ്റു. അവള് മുട്ടിലെഴിഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ മുട്ടിലെഴിഞ്ഞ് കാണാൻ വേണ്ടിട്ട് ഞാൻ തന്നെ മറച്ചിട്ടിട്ടുണ്ട്, കമത്തി വെച്ചിട്ടുണ്ട് എഴയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശരി, ആദ്യം അവൾ ഇരിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാ നമ്മളപ്പം അമ്മയൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കാനുള്ള വഴി ഇല്ലല്ലോ എന്നൊക്കെ. ഞാൻ പറയാം അങ്ങനെയല്ല, എല്ലാ കുട്ടികളും ഒരേപോലെ ആവണമെന്നില്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടികളുടെയും ഡെവലപ്മെന്റ് ഡിഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ പിന്നെ സംസാരിച്ചില്ല. അതേപോലെ മോന്റെ എന്ന് വെച്ചാൽ അവൻ നടന്നു തുടങ്ങാൻ വൈകിയപ്പോ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, ഓവർ ടെൻഷൻ ആയിരുന്നു. അയ്യോ കുട്ടി നടന്നില്ലല്ലോ. 1 വയസ്സായപ്പോഴേക്കും മൂത്ത ആള് 1 വയസ്സായപ്പോഴേക്കും നടന്നു തുടങ്ങി, ഇളയാള് നടന്നു തുടങ്ങിയില്ല എന്ന് പറഞ്ഞു ഭയങ്കര ടെൻഷൻ. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, 1.5 വയസ്സിനുള്ളിൽ അവൻ നടന്നില്ലെങ്കിൽ അപ്പൊ ഡോക്ടറെ കാണിക്കാതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു 1.5 വയസ്സായിട്ടും അവൻ നടന്നില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കാണിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എനിക്കറിയാം അവന്റെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. അവൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നടക്കാനുള്ളതാണ്. ഒരു 1 ഇയറും ഒരു 3 months കഴിഞ്ഞപ്പോഴേക്കും ആള് പ്രോപ്പറായിട്ട് നടന്നു. ഇപ്പൊ അവിടെ എന്താ പറയാ, എല്ലാവരും ഞാൻ പറയില്ലേ ഒരു 80 months അല്ലേ, ഇപ്പൊ 2.5 years കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും അവരുടെ പുറകെ ഓടി നടക്കാറുണ്ട്. കാരണം പിടിച്ചാക്കിട്ടില്ല, അത്രയും സ്പീഡാണ് ചെക്കന്. ഓടുന്ന ഓട്ടം എന്ന് പറഞ്ഞാലേ എന്താ പറയാ, കാറ്റ് പോലെയാ പോകുന്നത്, ഭയങ്കര സ്പീഡാ. അപ്പൊ അവർക്ക് ആ ഒരു പരാതി ഇവിടെ മാറി. പ്രായമായാലും അങ്ങനെ പറയും, നേരത്തെ നടക്കണം, നേരത്തെ ഓടണം, സംസാരിക്കണം, അങ്ങനെ ഓരോന്ന്. കുട്ടികളുടെ ഇതിലുണ്ടല്ലോ പല്ല് വരുന്നത്, സംസാരിച്ചു തുടങ്ങുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 വയസ്സ് എന്റെ മോള് ഫുള്ള് നേരം വൈകിട്ടാ എല്ലാ കാര്യങ്ങളും ചെയ്ത്, കമന്നതാണെങ്കിലും നടന്നതാണെങ്കിലും ഇരുന്നതാണെങ്കിലും ഒക്കെ പ്രോപ്പർ തിങ്ങുകൾ ചെയ്തിട്ടില്ല. ഒക്കെ 2-3 മാസം ഒരു ഗ്യാപ്പ്, നല്ല ഗ്യാപ്പായിരുന്നു. നടക്കാനൊക്കെ നല്ല 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നടന്നത് മൂത്ത മോളിട്ടോ. ബാക്കി എല്ലാവരും പ്രോപ്പറായിരുന്നു. അത് കുഴപ്പമില്ല, ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ആള് സ്ലോ ആണ്, കാര്യങ്ങൾക്കൊക്കെ സ്ലോ ആണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ആൾക്ക് കുറച്ചൊരു സ്ലോ. ഇപ്പൊ +2 എത്തിയ ആള്, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മെച്ചേർഡ് ആയി തോന്നിയാണ്, ഇപ്പൊ ഒന്ന് ഉഷാറായിക്കണം. പക്ഷെ ആദ്യമൊക്കെ ഫുള്ള് നമ്മള് 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തുന്ന വരെയെന്ന് പറഞ്ഞ മാതിരി ഫുള്ള് ഒരു എഴുത്താണെങ്കിലും ഒരു ബ്രഷ് ചെയ്യാൻ വരെ ഭയങ്കര നേരം വൈക്കാണ്. ഒന്ന് കയറിയിരുന്ന ബാത്റൂമിലൊക്കെ കയറിയാലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ഭയങ്കര ടൈമിങ്ങാ.
മൂപ്പര് കുളിക്കാനൊന്നും വേഗം കൂടി അടുത്ത് ഇറങ്ങൂല. അത് മേ ബി കുട്ടികളുടെ സമയത്ത് ഡെവലപ്മെന്റ് സ്ലോ ആയതായിരിക്കും. അത് കുഴപ്പമില്ല. ഇപ്പൊ +2 അല്ലേ, ഓക്കെ അല്ലേ? ഓരോ കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ സെയിം ആണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ സയാമിസ് ട്വിൻസ് പോലും ക്യാരക്ടർ വൈസ് എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് എടുക്കാം കേട്ടോ. ലൈഫ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. ഇന്ന് ക്ലാസ് എടുത്തത് ഇപ്പോ പ്രീനേറ്റൽ, പോസ്റ്റ്നേറ്റൽ അതുപോലുള്ള ഒരു ഫാക്ടേഴ്സ് ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഒരു ഇപ്പൊ ഡ്രഗ്സ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയോണിന്റെ മാത്രം ഡെഫിഷ്യൻസി മാത്രം ഉണ്ടായിരുന്നു കുറച്ച് എന്റെ പ്രഗ്നൻസിയിൽ. ലാസ്റ്റ് നവംബറിലായിരുന്നു ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കൊച്ച് മരണപ്പെട്ടു പോയി. 8 month കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോ ഇത് മാത്രമല്ല, ഈ ഫാക്ടേഴ്സ് ഒരു കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നത്. സ്കാനിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. സ്കാനിങ്ങില് ഫ്ലൂയിഡ് കുറവായിരുന്നു. കൊച്ചിന്റെ ഫ്ലൂയിഡ് നല്ലോണം കുറവായിരുന്നു. പിന്നെ വേറെ ഒരു ഫാക്ടേഴ്സ് മെന്റലി ആയാലും ഹെൽത്തി ആയാലും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കിഡ്നീസ് ഫങ്ഷനിങ് ഒന്നും നേരെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആദ്യത്തെ കുട്ടിയാ? അല്ല, രണ്ടാമത്തെ. മൂത്താളുണ്ട്? മൂത്തത് ട്വിൻസ് ആയിരുന്നു, രണ്ടുപേരും. ഓക്കെ, നമ്മള് കുട്ടികളെ ജനിച്ചതിന് ശേഷം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന് പ്രീനറ്റൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുന്നതിന് മുമ്പും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ജനിച്ചതിന് ശേഷം ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മോന്റെ കേസിലാണെങ്കിൽ അത് ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും കുട്ടിയുടെ. നോർമലായിട്ട് ആ ഒരു സമയത്തുള്ള ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ നീഡ് പ്രശ്നങ്ങളായിരിക്കും, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ മെറ്റേണൽ ഹെൽത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ ഹെൽത്ത് ഒക്കെ ആയിരുന്നില്ല, ആ ബോഡി എന്താ പറയാ ഫ്ലൂയിഡ് കുറവായിരുന്നില്ലേ, അത് മെറ്റേണൽ ഹെൽത്ത് ഇൻക്ലൂഡഡ് ആണ്. എന്നുവെച്ചാൽ ആ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ്, ചില കുട്ടികളില് പൊക്കിൾക്കൊടി കഴുത്തിലോട് ചുറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ്, ചില കുട്ടികളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായിരിക്കാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.